കർണാടക റേഞ്ചാണ്. ആ മലയാണ് കൂർഗിലുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക്. വിശക്കുന്ന സമയത്ത് ബിരിയാണി കഴിച്ചാലേ. ഓ അതെ. അല്ല കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പൈതൽ മലയുടെ തൊട്ട് താഴെ തന്നെയാണ്. മഞ്ഞപ്പുല്ലിൻ്റെ അകത്ത് അല്ലെങ്കിൽ പൈതൽ മലയോട് ചേർന്ന് നടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇന്നലെ കടന്നിട്ടും ലേറ്റായി. അപ്പം ഇന്ന് നമ്മൾ ട്രക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ പൈതൽ മല കയറും. ഇനിയിപ്പം എന്താ പറയുക, രാവിലത്തെ സൺറൈസ് ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. വ്യൂ അതേപോലെ ഉണ്ട്, നല്ല കിടുക്കാച്ചി വ്യൂ ആയിരിക്കും. ഇന്നലെ കടന്നപ്പം ഇച്ചിരി ലേറ്റായി പോയി. അത് കഴിഞ്ഞ് എന്താ പറയുക, ഇനിയിപ്പം നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കലും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പം എന്തേ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മൾ താഴെ ടൗണിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പം ഞാനും ബൈജുവേട്ടനും ടൗണിൽ കൊടുക്കണത്. നഫൽ ബ്രോ ഉണ്ട്, ഷെനിലുണ്ട്, ബൈജുവേട്ടൻ്റെ പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാമ്പ് തൊട്ടപ്പുറത്താണ്. നമ്മളവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറി നല്ല കിഡ് വ്യൂ ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഷെനിലെ എങ്ങനെ ഉണ്ടാ നമ്മുടെ സ്ഥലവും? നഫൽ ബ്രോ സ്ഥലം ഉഷാറല്ലേ? ഷെനിലെ ആദ്യമല്ലേ ഇവിടെ? ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. എപ്പോ? പണി നടക്കുന്ന സമയത്താ? ഓക്കെ. ഇത് ഷെനിലാണ്. ഷെനില് ബൈജോട്ടിന്റെ നാട്ടുകാരനാണ്. ബ്രോ പിന്നെ നമുക്ക് പണ്ടേ അറിയാവുന്ന ടീംസാണ്, ബൈജോട്ടിനൊപ്പം തന്നെ. ഇപ്പം നമ്മൾ താഴെ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വരണം. ടൗണിൽ വരെ പോകണം. ടൗണിൽ പോയി ഞാനും ബൈജോട്ടിനും കൂടെ പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് തൊട്ടപ്പുറത്താണ് ക്യാമ്പ്. വന്നവരൊക്കെ അപ്പുറത്തുണ്ട്. അവർ ഭക്ഷണം കഴിച്ച് ഒരു 8 മണിക്ക് ആകുമ്പോഴത്തേക്ക് 8:30 കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൈതൽമല ട്രക്ക് ചെയ്യുള്ളൂ. പൈതൽമല ട്രക്ക് ചെയ്യുന്ന ആ സമയത്ത്, കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ എൻട്രി അപ്പുറത്താണ് കൊടുത്തേക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ തുറക്കുന്ന 9 മണിക്ക്. 9 മണി to 2:30 ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതി. പക്ഷെ നമുക്ക് ഇവിടുന്ന് ട്രക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെയാണ്. ടിക്കറ്റ് എടുത്ത് വിളിച്ച് പറഞ്ഞാണ്. അപ്പം ഇവിടുന്ന് ഷോർട്ട് പാതാണ്. അപ്പം നമ്മൾ നേരത്തെ എൻട്രീനെ തൊട്ടിപ്പുറത്താണ് നമ്മൾ വന്ന് ചേരുന്നത്. അത് സ്പെഷ്യൽ പെർമിഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പം എന്താ പറയുക, വെളുപ്പിന് ഉദയം കണ്ടില്ല. ഉദയത്തിൻ്റെ ഒരു പകുതി ഭാവം എന്ന രീതിയിൽ കണ്ടെടുത്തു. പക്ഷെ ഇന്നലെ കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പം എന്താ പറയുക, ഇനിയിപ്പം ഇങ്ങനെയൊക്കെ തന്നെ താഴെ പോകുന്നു. തറപ്പെന്ന് പറയുമ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മൾ കണ്ട ഓഫ് റോഡ് തന്നെയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് താഴോട്ട് നടക്കാനുണ്ട്. താഴെ അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് കാപ്പിമല ടൗണിൽ പോയി അവിടുന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്ത് എല്ലാവരും കഴിച്ചിട്ട് വേണം ഈ വഴിക്ക് ട്രക്ക് ചെയ്യാൻ. തൊട്ട് പുറകെ കാണുന്ന ഈ ഒരു വഴി തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ മുകളിലോട്ട് കയറണം. അപ്പം അങ്ങനെ ട്രക്ക് ചെയ്ത് മുകളിലെത്തി. അവിടുന്ന് പൈതൽമലയിലെ ട്രക്കിങ് വേറെയാണ്. അങ്ങനെ ആ ട്രക്ക് ചെയ്ത് നമ്മൾ പൈതൽമല എത്തുകയോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഇനിയിപ്പം താവോട്ട് നമുക്ക് ബൈജോട്ടൻ അതിൻ്റെ തിരക്കും കാര്യങ്ങളുമാണ്. താവോട്ട് പോകുമ്പോഴത്തേക്കും കണ്ടാൽ നമുക്ക് കാണാം, സംസാരിക്കാം. അപ്പം എന്തേ നമ്മൾ താവോട്ട് ഇറങ്ങി. ബൈജോട്ടനുണ്ട്, നൗഫലുണ്ട്, ഷെനിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് നല്ല ഞാൻ കാണിച്ചു തന്നെ അതേ റോഡ് തന്നെയാണ്. പക്ക ഓഫ് റോഡും കാര്യങ്ങളുമാണിത്. റേഞ്ച് പിന്നെ ബൈജോട്ടാ എത്രാമത്തെ ക്യാമ്പാ ഇത്? ഇവിടുത്തെ അല്ലെങ്കിൽ മൊത്തത്തില് 38ാമത്തെ ക്യാമ്പാണ് ഇത്. 38ാമത്തെ ക്യാമ്പ്. 39ാമത്തെ ക്യാമ്പ്. എവിടെയെങ്കിലും ഇതുവരെ 38 ക്യാമ്പ്, ഇത് 39ാമത്തെ ക്യാമ്പ്. ഇത് കഴിഞ്ഞില്ലല്ലോ, ക്യാമ്പ് കഴിഞ്ഞില്ലല്ലോ. അതെ, മൊത്തം 39 ക്യാമ്പ് കണ്ടക്ട് ചെയ്തതാണ് ബൈജോട്ടൻ. ഇപ്പം എവിടെയൊക്കെ കണ്ടക്ട് ചെയ്തു? പല ഭാഗങ്ങളിൽ, കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്രയിലും ചെയ്തിട്ടുണ്ട്. അജന്ത, എല്ലോറ നമ്മുടെ യാത്രാ ക്യാമ്പുകൾ. അജന്ത, എല്ലോറ, അമ്പോളി,
അമ്പോളി വെള്ളച്ചാട്ടം മനോഹരമായ ക്യാമ്പ് സൈറ്റ് ആണ്. പിന്നെ അജന്ത എലോറ, പിന്നെ കർണാടക, തമിഴ്നാട് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു ഉത്തരാഖണ്ഡ് യാത്ര നടത്തിയിട്ടുണ്ട്. യാത്ര പ്ലസ് ക്യാമ്പുകളാണ് ചെയ്യാറ്. കൂടുതൽ നാച്ചുറൽ ക്യാമ്പുകളിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിങ് വരിക. നമ്മുടെ കണ്ണൂർ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ണൂർ നെസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രൂപ്പാണ്. അപ്പം അതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ യാത്ര കണ്ടക്ട് ചെയ്യുന്നത് ബൈജുവേട്ടനാണ്. ബൈജുവേട്ടൻ്റെ നേതൃത്വത്തിലാണ് അത് മൊത്തം വരുന്നത്. എല്ലാ മാസവും വെച്ചില്ലായിരുന്നു, ഓരോ മാസങ്ങളിലും ക്യാമ്പുകളിലും വ്യത്യസ്ത മേഖലകളിൽ. ഇന്നിപ്പോ നമ്മൾ പൈതൽ മലയിലാണ്. അപ്പം കൊറോണയ്ക്ക് ശേഷം ഏകദേശം കൊറോണയ്ക്ക് ശേഷമല്ല, കൊറോണ ഗ്യാപ്പിൽ നമ്മൾ ഏകദേശം ഒരു 9 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാ മാസങ്ങളിലും വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പെർമിഷനും പ്രശ്നവും എവിടെയും കുഴപ്പമില്ലെങ്കിൽ ഉണ്ടാവും. അടുത്ത മാസം ഏതെങ്കിലും ഒരു ഇതേപോലെ മലയിലായിരിക്കും. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. കർണാടക കൊറോണ ഇതില്ലെങ്കിൽ, കൊറോണയുടെ പ്രശ്നം എടുത്തു അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കർണാടകത്തിലായിരിക്കും, കുടജാദ്രിയിലായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു മാസം ഇന്നിപ്പോ എത്ര ഡേറ്റ് ഡേറ്റ് 28 ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ നമ്മൾ അതിന്റെ അനൗൺസിങ് ചെയ്യും. ഈ മാസം അടുത്ത മാസം ആദ്യമായി ആർക്കെങ്കിലും പോകണമെന്ന് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബൈജുവേട്ടന്റെ ഫേസ്ബുക്ക് ചെയ്താൽ മതി. അപ്പം അതിനകത്ത് പോസ്റ്റ് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇതിനകത്ത് തന്നെ. അപ്പം അതിന്റെ ഒരു ഇതില് വിളിച്ചു ചോദിച്ച ഡീറ്റെയിൽസ് കിട്ടും. ഇത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പും ഒരുപാട് കണ്ടക്ട്, ഇതിപ്പോ 40ാമത്തെ ക്യാമ്പാണ് കണ്ടക്ട് ചെയ്തത്. മാത്രമല്ല മറ്റുള്ള ഗ്രൂപ്പുകാർക്കും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പൈതൽമലയും മറ്റുള്ള ക്യാമ്പുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പേഴ്സ് ഉണ്ട്, ഈവൻ റൈഡർ ഗ്രൂപ്പ് അല്ല, അങ്ങനെ ഏത് ടീമിന് വേണമെങ്കിലും എവിടെയും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ, ഈവൻ അത് പറഞ്ഞ ഈ ട്രാവൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ റൈഡേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പൈതൽമല താഴെ. അപ്പം ഇത് പറയാം, കൂടുതൽ അറിയാൻ ബൈജുവേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അതാ ഒരു രീതിയിലാണ്. ഇനിയിപ്പം നമ്മൾ ഭക്ഷണം എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എടുത്ത് താഴെ പോയി തിരിച്ചു വന്ന് നമ്മൾ നേരെ കയറും. ബൈജുവേട്ടൻ നമ്മളിപ്പോൾ ഇതേ കൂടെ തന്നെയല്ലേ കയറുന്നത്? ഇതിലെ കയറി ഏകദേശം ഒരു എത്ര മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടാവും? അതെ, നടക്കാത്തവന് ആണെങ്കിൽ വല്ലപ്പോഴും നടക്കുന്നവനൊക്കെയാണെങ്കിൽ ഒരുപാട് ടൈം 2.5-3 കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്നുണ്ടാവും. 3 കിലോമീറ്റർ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. അതെ, ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നേരെ താഴോട്ട് പോകുന്നു. അട്ട അടിക്കാതിരിക്കാൻ വേണ്ടി ഉപ്പ് വെക്കുക. നമ്മൾ വളരെ നല്ല ലേശം വെള്ളം ഒഴിക്കുക. എന്നിട്ട് കാര്യം മൊത്തം തേച്ച് പിടിപ്പിക്കും. ഇപ്പഴേ കടിക്കാൻ തുടങ്ങി കണ്ടാ. ഭീകരജീവിയായിട്ട് ചിത്രീകരിക്കും. നല്ല പോയിട്ടാ കേട്ടോ. ഇതാണ് നമുക്ക് ട്രെക്ക് ചെയ്യുന്നത്. തൽക്കാലം മുകളിൽ ആ റോഡ് വരെ നമ്മൾ ഇതിലാണ് കയറി പോകുന്നത്. എടാ ക്യാമ്പ് വിളിച്ച കരുത്ത് കേട്ടോ. കേറാ എൻ്റെ മോനെ വഴിയൊന്നും ഇല്ല കേട്ടോ. ഇത് ഇന്നാളുണ്ടായിരുന്നതാണ് വീട്. ഇവിടെ ഒരു വീടുണ്ട്. അപ്പം പണ്ട് വീട്ടിലേക്ക് ഉണ്ടായിരുന്ന വഴിയാണിത്. ഇതായിരുന്നു ആ പണ്ടത്തെ വീട്. ഇപ്പം എല്ലാവരും താവട്ടിറങ്ങി. ഇത് ഇവിടെ ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള വഴിയാണ്. ഇനി ഇതിൽ നമ്മൾ കയറി പോവാണ്. നഫിൽ അവരെയും കൊണ്ട് ഓൾറെഡി ക്യാമ്പിലുള്ളവരെയും കൊണ്ട് നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഞാനും ഷെനിലും ബൈജുവേട്ടനോട്. ഷെനിലാ ബാബാ. പൈതൽമലേൻ്റെ മഞ്ഞപ്പുല്ല് എൻട്രൻസ് ഉണ്ട്. അപ്പം മഞ്ഞപ്പുല്ല് എൻട്രൻസിൽ നിന്ന് കയറി വരുന്നിടത്ത് ആണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അയ്യോ, ഇപ്പോഴേ കിതയ്ക്കാൻ തുടങ്ങി. ഒരു 2% പോലും ആയിട്ടില്ല. പക്കാ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. അപ്പം നമ്മുടെ സൈറ്റിൽ നിന്ന് മുകളിലത്തെ വഴിയിലോട്ട് വരെ പൈതൽമലയുള്ളൂ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. വേണ്ട ആവശ്യമുണ്ടാകുന്നത് അങ്ങ് കാണുന്നത് കൂർഗിലെ ഏറ്റവും വലിയ മലനിര കേട്ടോ. അത് വഴിൻ്റെ മുകളിൽ വന്ന ടീംസ് മുഴുവൻ നേരത്തെ നൗഫർ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇതിപ്പം കുറേ ആയിട്ട് ഇതിൽ വഴിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ വഴി ഉണ്ടാക്കി പോകുവാണ് മോള് വരെ. വേറെ മാർഗമൊന്നുമില്ല. അട്ടയുടെ സ്പോട്ട് ആയിട്ടില്ല. മോളോട് ചെല്ലുമ്പോൾ അട്ടയുടെ സ്പോട്ട് അവിടെ റോഡ് അങ്ങോട്ടല്ലേ, പോസ്റ്റ് അവിടെ ഇല്ലേ.
അപ്പം നമ്മളിപ്പോൾ വന്നത് ഇതിലെയാണ്. താഴെയാണ് നമ്മുടെ പറമ്പ്. അവിടുന്ന് ഇതിലെ വന്ന് ഇതാണ് റോഡ്. പൈതൽ മലയിൽ മഞ്ഞപ്പൂല് വഴിയുള്ള റോഡാണ്. ഓക്കെ, ഈ വഴി നേരെ എൻട്രൻസ് ആണ്. അപ്പോൾ അവിടുന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് വരുന്നു. ഇതാണ് പൈതൽ മല. അപ്പം ഇവിടുന്ന് ഇനി കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ആണ്. ഇതിപ്പോൾ ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് അങ്ങ് മുകളിൽ കാണുന്നതാണ് പൈതൽ മല. ഇത് മഞ്ഞപ്പൂല് വഴിയുള്ള എൻട്രിയാണ്. അല്ല കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം ഇത് വായിക്കാറുന്നില്ല. ഇതിപ്പോ വായിക്കിട്ട് വന്നിട്ടുണ്ട് ഫെൻസിങ്ങിന്റെ. ഒന്നാമത് ഇപ്പൊ കാക്കത്തി വരുന്നോണ്ട് ഇവര് വായിക്കി മരമുണ്ട്, പിടിക്കാൻ മരമുണ്ട്. ഇപ്പൊ നമ്മള് കാട്ടിൽ കയറി പൈതൽ മലയുടെ അകത്താണ്. മഞ്ഞപ്പുല്ലിന്റെ എൻട്രൻസ് ആണിത്. മടുത്തോ? അല്ല നമ്മൾ കാണുന്ന സ്ഥലം അതന്നെ. നമ്മളിതുവരെ ഇരുന്നിട്ടില്ല. ഒറ്റ ഇതിൽ കയറുകയാണ്. ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പോവും. നമ്മളപ്പം ഏകദേശം ഒരു 2 കിലോമീറ്റർ മിച്ചമുണ്ട്. ഇനിയില്ല. നമ്മളിപ്പോൾ നടന്ന് 2 കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞു. 2 കിലോമീറ്ററോളം ഏകദേശം നടന്നു. ഇനി നമ്മളെത്തി, ടോപ്പിലെത്തി. പൈതൽ മല ടോപ്പിൽ കാണിച്ചു തരാം. ട്രക്ക് ചെയ്തതിന് കിട്ടിയ റിസൾട്ട്. അയ്യോ, ഇതുണ്ടാ ഒറ്റ സെഷൻ. അതാ പറഞ്ഞു ഇരിക്കാൻ പാടില്ല അതിനിടയ്ക്ക്. ഉഷാർ. നമ്മളെ ക്യാമ്പസ് ആര്? വേറെ ഏതോ മലയിലല്ലോ. അല്ല, അവരിപ്പോ ഈ മല തന്നെ. ഈ മലേന്റെ അങ്ങേറ്റത്ത് ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ. ഇതിലേ അങ്ങ് നടക്കാൻ പറ്റും. നമ്മുടെ സൈറ്റ് ക്യാമ്പ് ഉണ്ടാകുന്നു ഉണ്ടല്ലേ? അതാണ് നമ്മുടെ സ്ഥലം. ഇതിന്റെ പുറകെ കാണുന്ന ആ വാഴത്തോട്ടത്തിന്റെ തൊട്ട് മുകളിൽ കാണുന്ന സ്ഥലമാണ് നമ്മൾ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അയ്യോ, നല്ല ഉഷാർ വ്യൂ. ഇങ്ങോട്ട് കയറി കാണിച്ചു തരാം. എൻ്റെ അമ്മേ, ഇതാ ഇത് ഇപ്രസ് 360. എങ്ങനെയുണ്ട്? ഈ ഒരു പാച്ച് നിന്നാണ് കർണാടക. ഇതിന്റെ ഇടതുവശം വരുന്നില്ലേ, ഈ പുൽമേടിന്റെ ഇടതുവശം അങ്ങോട്ടേക്ക് വരുന്ന ഫുൾ കർണാടക റേഞ്ചാണ്. ആ മലയാണ് കൂർഗിലുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അതിന്റെ മുകളിൽ അവിടത്തേക്ക് ട്രക്കിംഗ് ഉണ്ട്, കൊടുങ്ങുന്ന ട്രക്കിംഗ് ഉണ്ട്. ഇതാണ് വ്യൂ. ട്രക്കിംഗ്, ഹാർഡ് ട്രക്കിംഗ്. അത് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി വരാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ഏകദേശം 5.5 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ ആണ് എത്തണം. പിന്നെന്നാണ് വണ്ടി ഒന്നും എടുക്കാണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നിട്ട് അപ്പുറം കയറി കഴിഞ്ഞാൽ വേറെ ഡയറക്ഷൻ ആയില്ലേ. ഒരു ദിവസം 5-10 കിലോമീറ്റർ നടക്കാൻ പറ്റുന്നവർക്ക് പോയിട്ട് നടക്കില്ല. എന്ത് ചെയ്യണം, ഇതിലെ കയറിയിട്ട് അതിലെ അപ്പുറം ഇറങ്ങണം. അങ്ങ് നടുവിൽ അങ്ങ് കുടിയാമലക്കെത്തും. ചേട്ടാ, അതല്ലേ വാച്ച് ടവർ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 6 കിലോമീറ്റർ. ഇതിലെ വാച്ച് ടവറിന് അങ്ങോട്ട്, വാച്ച് ടവറിന് അങ്ങോട്ട് ടവറിലേക്ക് പറശ്ശിനിക്കടവല്ലേ? സോക്സിന്റെ അകത്ത് എന്തോ കലാപരിപാടി തുടങ്ങിയോ? കാട്ടിക്കൂടെ കയറിയത് മറ്റേ പിള്ളേർക്ക് കയറിയത് എവിടെ നിന്ന് അറിയോ? എൻട്രൻസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അവിടെ വരെ. അവിടെ വരെ ഇവിടെ ഉണ്ടാവൂലേ? ഇതിപ്പം ഡ്രൈ ആയതുകൊണ്ട് ആ കാണുന്നതാണ് പൈതൽ മലയുടെ വാച്ച് ടവർ. അപ്പം പൊട്ടംപ്ലാവ് വഴി കയറിയാലാണ് അതും കാണുന്നത്. അവിടെ ഏകദേശം അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ട്രക്ക് ചെയ്ത് 6 കിലോമീറ്റർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താം. ഇല്ലെങ്കിൽ അപ്പുറത്തെ വഴിക്ക് കയറിയാൽ മതി, പൊട്ടംപ്ലാവ് വഴി. ഇതൊക്കെ കർണാടക. ഈ ഒരു മലയൊക്കെ കർണാടകയാണ്. ഈ ഒരു കാണുന്ന ഒന്ന് കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തുള്ള എല്ലാം കർണാടക.
എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്? അപ്പോൾ പറ എങ്ങനെയുണ്ട്? ബെസ്റ്റ് ആണ്. എന്ന് വെച്ചാല് കയറാൻ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ലെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് താഴെ നിന്ന് കാണുമ്പോ ഒരൊറ്റ ഇതല്ലേ വന്നും കഷ്ടപ്പെട്ട് ഒരു ഭയങ്കര സമാധാനം. ഒരു നല്ല വിശക്കുന്ന സമയത്ത് ബിരിയാണി കഴിച്ചാലേ ഉണ്ടാവും. ഓ അതെ, ഈ താഴോട്ട് ഇറങ്ങി ബിരിയാണി തരത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അയ്യോ, അതാണ് നമ്മുടെ സ്ഥലം താഴെ കാണുന്നത്. ഇന്ത്യയൊക്കെ കൂടെയുള്ളവർ എന്തിയടേ ഇതുവരെ എത്തിയില്ലേ? പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്. പിന്നെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഈ റൂട്ട് ആദ്യമാണ്. എങ്ങനെയുണ്ട് ഈ റൂട്ട് നമ്മുടെ? ഉഷാറല്ലേ? എത്ര നേരമായി? എപ്പോ ഇറങ്ങി? നിങ്ങൾ വേറെ വഴിക്ക് പോയാ? അയ്യേ, വെള്ളം കുടിക്കില്ലേ? താഴെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാവുള്ളൂ. എല്ലാം വന്നാ? എല്ലാവരും വന്നല്ലേ? കമ്മാന്ന് വെള്ളം കുടി. താഴെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാവുള്ളൂ. നമ്മൾ ഇതിന്റെ ഔട്ടറിൽ വരുന്ന മലകൾ കംപ്ലീറ്റ് കർണാടകയാണ്. നമ്മൾ അതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ് മറ്റേ വ്യൂ പോയിന്റ് ഫുൾ ഗ്രാമങ്ങളിലാണ് കിട്ടുക. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇത് ഫുൾ കർണാടകയാണ്. ഇതെന്ന് പറഞ്ഞാൽ കൊടക് ജില്ലയിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് പീക്കായ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 13 പീക്കാണ് അത് വരുന്നത്. ആ കാണുന്ന മലയാളികൾ അതിൻ്റെ അപ്പുറമായിട്ട് വരുന്നത് കൊടക് വഴി അവിടത്തേക്ക് ട്രക്കിംഗ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നതാണ് അവിടെ. കൊടക് വഴി അതിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇറങ്ങി നിങ്ങളിങ്ങനെ ഉള്ളത് കൂടെ ഞാൻ ഡിലേ ആക്കുന്നത്. ഞാനാണെങ്കിൽ ചടപടയെന്ന് ഒരു കല്ലച്ചോട്ട് ഇങ്ങനെ എവിടെയും പോകും. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ താഴെ ക്യാമ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പോവാണ്. ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. ഞാനും രണ്ടുപേരും കൂടെ ഇറങ്ങി. അവരിറങ്ങിയിട്ടില്ല. അവരിറങ്ങുമ്പം ഒരു കുറച്ച് നേരം ഇരുന്ന് 10-11 ആകുമ്പോഴേ അവർ ഇറങ്ങുള്ളൂ. അതുവരെ അവർ എന്താ പറയുക, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പൈതൽ മല വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് ടൈമൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങണം. എനിക്ക് ഇച്ചിരി സമയം ഇല്ലാത്തത് കൊണ്ടും കുറച്ച് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞാനും വേറെ രണ്ടുപേരും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പം എന്താ പറയുക, അതൊക്കെയാണ് പൈതൽ മലയും ട്രക്കിങ്ങിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.